If x into root of 1 plus y into root of 1 plus x is equal to 0, then calculate dy by dx. Okay, ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് രീതി ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും എക്സും വൈ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതി കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സിൽ ഡെറിവേറ്റ് ചെയ്യുക, ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, ഡെറിവേറ്റ് ചെയ്യുക. എന്നിട്ട് dy by dxന്റെ ടേംസ് എല്ലാം ഒരു സൈഡിലാക്കുക, ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യുക, അപ്പുറത്ത് കൊണ്ടുപോവുക, ക്യാൻസൽ ചെയ്ത് കളയുക, ആൻസറിലോട്ട് എത്തുക. ഓക്കെ, അത് വൺ മെത്തേഡ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് വേറെ യൂസ് ചെയ്യാം. ഞാനപ്പോൾ എന്ത് ചെയ്യുക, ആ ട്രിക്ക് യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, പെട്ടെന്ന് ആൻസറിലോട്ട് എത്താനേ വേണ്ടി. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം, പെട്ടെന്ന് ആൻസറിലോട്ട് എത്താം. എന്താണെന്ന് നോക്കിയേ, ഇതാ നോക്കിയേ, എക്സ് റൂട്ട് 1 plus y ഈസ് ഈക്വൽ ടു എന്താ, ഇതിനെ ഞാൻ അപ്പുറം കൊണ്ടുപോകാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, മൈനസ് വൈ റൂട്ട് 1 plus x. നമുക്ക് കാണുമ്പോൾ ലോഗൊക്കെ എടുക്കാൻ തോന്നും. ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം അല്ലേ. ലോഗ് ഓഫ് ഈ സൈഡ് ആണെങ്കിൽ ലോഗ് എക്സ് പ്ലസ് ലോഗ് റൂട്ട് 1 plus y അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമുണ്ട്, ലോഗ് ഓഫ് മൈനസ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ ലോഗ് എടുക്കുമ്പോൾ ലോഗ് നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യാറില്ല, എടുക്കാറില്ല. നെഗറ്റീവ് നമ്പേഴ്സിന് എന്ത് എടുക്കാനില്ല, ലോഗ് എടുക്കാൻ പറ്റത്തില്ല, അത് പോസിബിൾ അല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ലോഗ് എന്ന് പറയുന്ന ഐഡിയ നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. ഓക്കെ, സോ ലോഗ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യാൻ പോകും, സ്ക്വയർ ചെയ്യാൻ പോവാ. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്ത് ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈ എച്ച് സ്ക്വയർ, എക്സിന്റെ സ്ക്വയർ എച്ച് സ്ക്വയർ ആവും. റൂട്ട് ഓഫ് 1 plus y എന്താവും, 1 plus y ആവും, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നെഗറ്റീവ് അങ്ങ് പോകും ഇല്ലയോ. സോ വൈ സ്ക്വയർ ആവും 1 plus x ആവും, വൈ സ്ക്വയർ ആവും 1 plus x ആവും. ഓക്കെ, വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ ആവും, റൂട്ടിന്റെ സ്ക്വയർ ആ റൂട്ട് അങ്ങ് പോകും, 1 plus x ആവും. നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താകും, പോസിറ്റീവ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇനി വേണമെങ്കിൽ ലോഗ് എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫർദർ പ്രൊസീഡ് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ വേറെ രീതി ചെയ്യാൻ പോവാ. സോ നമുക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു സെറ്റ് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എച്ച് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. ഇനി ഇതാ നോക്കിയേ, ഈ വൈ സ്ക്വയറിനെ ഞാൻ ഇപ്പുറം കൊണ്ടുവരിക. സോ എനിക്ക് എച്ച് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ, ഇവിടെ എന്തുണ്ടായിരുന്നു, ഒരു വൈ സ്ക്വയർ എക്സ് ഉണ്ടായിരുന്നു, മൈനസ് ഈ എച്ച് സ്ക്വയർ വൈ, ഇതിനെ അപ്പുറം പോയി. അപ്പോൾ എച്ച് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് എനിക്ക് എങ്ങനെ എഴുതാം, എച്ച് പ്ലസ് വൈ ഇൻറ്റു എച്ച് മൈനസ് വൈ എന്ന് എഴുതാം. എച്ച് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് എങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, സെയിം ഐഡിയ. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഒരു മൈനസ് എക്സ് വൈ എന്ത് ചെയ്യാൻ പോവെങ്കിൽ കോമൺ എടുക്കാൻ പോകും. ഒരു മൈനസ് എക്സ് വൈ എന്ത് ചെയ്തു, കോമൺ എടുത്തു. മൈനസ് എക്സ് വൈ കോമൺ എടുക്കുമ്പോൾ, ഒരു മൈനസ് എക്സ് ഇൻറ്റു വൈ കോമൺ എടുക്കുമ്പോൾ ഇവിടെ ആരുണ്ട്, ഇനി നെഗറ്റീവിങ് പോയി, ഒരു എക്സ് പോയി, അപ്പോൾ ഇനി ഒരു ബാക്കി ഒരു എക്സ് ഉണ്ട്. വൈയും കോമൺ എടുത്തു അല്ലേ, സോ അവിടെ ബാക്കി ഇനി എക്സേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഒരു മൈനസ് എക്സ് വൈ കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് പോകും, ഇവിടുന്ന് ഒരു മൈനസ് എക്സ് കോമൺ എടുത്തു, സോ എക്സ് പോയി, പിന്നെ ഒരു വൈയും കൂടെ പോയിരുന്നു, അപ്പോൾ ബാക്കി ഒരു വൈയും കൂടെ ഉണ്ട്. സോ മൈനസ് വൈ എന്നാവും. ഓക്കെ, മൈനസ് എക്സ് വൈ ആ കോമൺ എടുത്തത്, അതുകൊണ്ട് ഇവിടെ എന്ത് വന്ന്, ഒരു മൈനസ് വന്നു. ഓക്കെ, സോ ഇവിടെ എക്സ് മൈനസ് വൈയും എന്ത് ചെയ്തു, ക്യാൻസൽ ആയിപ്പോയി. എനിക്ക് കിട്ടി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് വൈ എന്ന് കിട്ടി. എനിക്ക് എന്ത് കിട്ടി, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് വൈ എന്ന് കിട്ടി. ഇപ്പുറം കൊണ്ടുവന്നാൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും, 0 എന്ന് കിട്ടും. ഇനി ഡെറിവേറ്റ് ചെയ്യാം, എളുപ്പമല്ലേ, കുഞ്ഞു സാധനങ്ങളായി മാറി. ഇനി ഡെറിവേറ്റ് ചെയ്യാൻ എളുപ്പം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ, 1 പ്ലസ് വൈ എന്താ, dy by dx പ്ലസ് ഇവിടെ രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കും. സോ നമ്മുടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. എങ്ങനെ, യു ഡാഷ് വി പ്ലസ് യു ബി ഡാഷ്. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു, റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടും, 0 തന്നെ കിട്ടും. അപ്പോൾ dy by dx ടേം എല്ലാം ഒരുമിച്ചാക്കാം. ഇവന് അപ്പുറം പോകുമ്പോൾ എന്ത് കിട്ടും, dy by dx ഇൻറ്റു dy by dx കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തുകൊണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഒരു എക്സ് ബാക്കിയുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ രണ്ടും അപ്പുറം പോകുമ്പോൾ എന്ത് കിട്ടും, മൈനസ് വൈ മൈനസ് 1 എന്ന് കിട്ടും. സോ dy by dx ഈസ് ഈക്വൽ ടു, മൈനസ് കോമൺ എടുക്കാം, y പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 എന്ന് വിളിക്കാം. ഓക്കെ, സോ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഈ ഒരു അറേഞ്ച്മെൻറ്റ് ആദ്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ.